ഹലോ ഫ്രണ്ട്സ്, നമുക്ക് വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ഒരു ഹെൽത്തി ആൻഡ് ഹൈ പ്രോട്ടീൻ ദോശ തയ്യാറാക്കിയാലോ? എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതിനായിട്ട് തലേ ദിവസം രാവിലെ ഇതിന് വേണ്ടുന്ന ചേരുവകളെല്ലാം കുതിർത്ത് വെച്ച് ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്ത് പിറ്റേന്ന് രാവിലെ നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ കുതിർത്ത് വെക്കാനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ളൊരു പാത്രം എടുക്കുക. ഇതിലേക്ക് ദോശമാവ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരി 1/2 കപ്പ്, ഉഴുന്ന് 1/4 കപ്പ്. എപ്പോഴും നമ്മൾ അരി എടുക്കുന്നതിൻ്റെ പകുതി അളവിലാണ് ഉഴുന്ന് എടുക്കേണ്ടത്. 1/4 കപ്പ് ഗ്രീൻ പീസ്, 1/4 കപ്പ് ചെറുപയർ. എനിക്ക് ചെറുപയർ ഇഷ്ടമായതുകൊണ്ട് 1/4 കപ്പിനെക്കാട്ടിലും കുറച്ചുകൂടെ അളവിൽ ഞാൻ ചെറുപയർ എടുത്തിട്ടുണ്ട്. അടുത്തത് കറി വയ്ക്കുന്ന ചുവന്ന കടല 1/4 കപ്പ്, 1/4 കപ്പ് ഉണക്കപ്പയർ. ഇതിനെ വൻപയർ എന്നും പറയാറുണ്ട്, ഞങ്ങൾക്കിത് ഉണക്കപ്പയറാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം പോലെ ഇൻഗ്രീഡിയൻസ് ഇതിൽ ചേർക്കാവുന്നതാണ്. ഞാൻ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് ഇപ്പോൾ ദോശ ഉണ്ടാക്കുന്നത്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ച് വൃത്തിയിൽ കഴുകിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഏകദേശം 3 കപ്പോളം വെള്ളം ഒഴിച്ച് 12 മണിക്കൂറോളം കുതിർത്താൻ വെക്കുക. ഇത് രാവിലെ വെള്ളത്തിലിട്ട് വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അരയ്ക്കാൻ പാകത്തിനാവും. പിന്നീട് ഒരു മിക്സി എടുത്ത് ഇതെല്ലാം തന്നെ നന്നായി അരച്ചെടുക്കുക. ഇത് നിങ്ങൾ വൈകുന്നേരമാണ് അരച്ചെടുക്കുന്നതെങ്കിൽ ഓവർനൈറ്റ് ഫെർമെന്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഏകദേശം 10 മണിക്കൂറോളം മാവ് ഒന്ന് പൊന്തി വരുന്നതിനായി മാറ്റിവെക്കുക. നിങ്ങൾ വലിയ പാത്രത്തിലാണ് മാവ് ഒഴിച്ചു വെച്ചതെങ്കിൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ മാവ് ഒഴിച്ചു വെച്ച പാത്രത്തിന് താഴെ ഒരു പ്ലേറ്റോ ഒരു വലിയ പാത്രമോ വെക്കുന്നത് നന്നായിരിക്കും. കാരണം മാവ് വീർത്ത് വരുമ്പോൾ പൊന്തി പുറത്ത് ചാടാനുള്ള ചാൻസ് കൂടുതലാണ്. ഞാൻ എപ്പോഴും മാവ് വീർത്ത് വന്നതിന് ശേഷമാണ് ഉപ്പിടാറ്. ഞാൻ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. അതിനുശേഷം നന്നായി ഇളക്കി കൊടുക്കുക. ദോശമാവിന് നല്ല കട്ടി തോന്നുന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒഴിക്കാൻ ആവശ്യമായ വെള്ളത്തിലേക്ക് ഉപ്പ് ചേർത്ത് മാവിലേക്ക് ചേർത്ത് ഇളക്കാവുന്നതാണ്. ഉപ്പ് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച ശേഷം അടുപ്പിലേക്ക് ദോശക്കല്ലോ പാനോ വെച്ച് ചൂടാക്കി ഞാനിതിലേക്ക് നെയ്യ് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് നെയ്യ് ചേർക്കാതെയും ഉണ്ടാക്കാവുന്നതാണ്. അതിനുശേഷം അതിലേക്ക് ദോശമാവ് കോരിയൊഴിച്ച് പരത്തി ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഈ ദോശമാവ് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടാകും. അതുകൊണ്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് നമുക്ക് 3-4 ദിവസം വരെ ഉപയോഗിക്കാവുന്നതാണ്. ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആൻഡ് ഹൈ പ്രോട്ടീൻ ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നമുക്ക് ഇഷ്ടമുള്ള ചട്നിയോ ചമ്മന്തിയോ കൂട്ടി ഇത് കഴിക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് തക്കാളി ചട്നിയാണ്. നിങ്ങൾക്ക് ഈ സിമ്പിൾ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുന്ന കാര്യം പരിഗണിക്കാമോ? താങ്ക് യു ആൻഡ് സീ യു അഗെയിൻ.